ഹായ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 8 കൊഞ്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല മുഴുത്ത 8 കൊഞ്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അത് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ആദ്യമാണെങ്കിൽ അതിൻ്റെ ഈ കാലെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ തലയും വാലും നമ്മൾ അതുപോലെ നിലനിർത്തണം. നമ്മളാണെങ്കിൽ ഈ തലയും വാലും ഈ മാംസത്തിൽ നിന്ന് വിട്ടുപോകാതെ ആ രീതിയിൽ വേണം ഇത് പൊളിച്ചെടുക്കാൻ. നമ്മൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ തലയും അതിൻ്റെ വാലും പോകാതെ നീളത്തിൽ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കൊഞ്ചും വൃത്തിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കൊഞ്ചെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. ഇത് കുരുമുളകിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ 2 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഒരു നുള്ള് ഉലുവ ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാനിവിടെ ഈ സ്പൂണിന് ഒരു 3/4 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ കോൺഫ്ലവർ ഇട്ട് കൊടുത്തത് നമ്മുടെ കൊഞ്ചിൻ്റെ പുറത്ത് അത് വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിപ്സി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 3/4 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തത്. നമുക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും മതി. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കൊഞ്ചും ഓരോന്നായി എടുക്കണം. ഈ മസാലയിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ കൊഞ്ചെല്ലാം ഇവിടെ മസാലയിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നെങ്കിൽ ഇർക്കിലോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതോ ഉപയോഗിച്ച് നമുക്കിത് കുത്തി നിവർത്തിയെടുക്കാം. ഇത് ഞാൻ ബാംബൂ സ്റ്റിക്ക് വാങ്ങിയതാണ്. ഇനി നമുക്ക് ഓരോ ബാംബുവിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ പച്ച ഇർക്കിലായാലും മതി ഇതുപോലെ നമ്മുടെ കൊഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ കയറ്റി നമുക്കിതുപോലെ പുറത്തെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാ കൊഞ്ചും നമുക്കതുപോലെ ഈ സ്റ്റിക്ക് കുത്തിയെടുക്കാം. നമ്മൾ ഈ സ്റ്റിക്ക് ഇതുപോലെ കുത്തി ഈ കൊഞ്ച് നിവർത്തെടുക്കുന്നത് അത് വറുത്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പ്ലേറ്റിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ പ്ലേറ്റ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. ഇല്ലെങ്കിൽ അത് എണ്ണയിലോട്ട് ഇടുമ്പോഴേ ചുരുണ്ട് കൂടി പോകും. നമുക്കെല്ലാം അറിയാവുന്നതാണ്. വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം ഞാൻ നമ്മുടെ കൊഞ്ചെല്ലാം ബാംബൂ സ്റ്റിക്ക് കുത്തി നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇവിടെ നമ്മുടെ കൊഞ്ച് മസാലയെല്ലാം പുരട്ടി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ചൂടായി. ഇനി അതിലേക്ക് നമ്മളുടെ കൊഞ്ചിട്ട് കൊടുക്കാം.
ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ. കാരണം ഇതിന് വലിയ വേഗം കാര്യങ്ങളും ഒന്നുമില്ല. ഒത്തിരി നേരം നമ്മളിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കൊഞ്ചെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയായ കൊഞ്ച് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.